Kitchen സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് എള്ളുണ്ടയാണ്. എള്ളുണ്ട എന്ന് പറയുമ്പോൾ പല രീതിയിൽ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. സാധാരണ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന എള്ളുണ്ട എന്ന് പറയുമ്പോൾ എള്ള് മുഴുവനോട് കൂടിയായിരിക്കും അതിലുണ്ടാവുക. ഈ എള്ളുണ്ട ഞാൻ എള്ള് പൊടിച്ചതിന് ശേഷമാണ് തയ്യാറാക്കുന്നത്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ്. നമ്മുടെ ട്രഡീഷണൽ രീതിയിലാണ് ഞാനിത് തയ്യാറാക്കുന്നത്. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് എള്ളുണ്ട തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 300 ഗ്രാം എള്ളെണ്ണ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കറുത്ത എള്ളെണ്ണ കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ 3 പാക്കറ്റാണ് എടുത്തിരിക്കുന്നത് 100 ഗ്രാമിൻ്റെ വീതം. ഞാനിതിപ്പോൾ മെഷർമെൻറ്റ് കപ്പിൽ എത്ര അളവുണ്ടെന്ന് പറയാം. മെഷർമെൻറ്റ് കപ്പിൽ നമ്മൾ അളന്നെടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മളിത് മെഷർ ചെയ്തെടുക്കേണ്ടത്. കറക്റ്റ് മെഷർമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ എള്ളൊന്നും അത്ര കറക്റ്റായിട്ട് മെഷർ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വ്യത്യാസം വന്നാലൊന്നും പ്രശ്നമൊന്നുമില്ല. കേക്ക് പോലുള്ള ഐറ്റംസ് ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ്സ് വേണ്ടത്. ഇപ്പോൾ ഞാൻ 3 പാക്കറ്റും പൊട്ടിച്ചിട്ടിട്ടുണ്ട്. കറക്റ്റ് 2 കപ്പാണ് 300 ഗ്രാം എന്ന് പറയുമ്പോൾ. ഇതിനി നമുക്കൊന്ന് കഴുകിയെടുക്കാം. കഴുകി പെട്ടെന്ന് തന്നെ എടുക്കുക. ഒരുപാട് സമയം വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഈ എള്ളിപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഈ കടായിലേക്ക് നമുക്ക് ഈ എള്ള് ഇട്ട് കൊടുക്കാം. ഇതിലിപ്പോൾ കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റണം കേട്ടോ. ഇപ്പോൾ ഇവിടെ കിട്ടണ എള്ളിൽ സാധാരണ അങ്ങനെ മണ്ണും ഇതൊന്നും കാണാറില്ല. വെള്ളമില്ലാതെ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ എല്ലാ എള്ളും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വറുത്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് വറുത്തെടുക്കണത്. വെള്ളം പോണ വരെ കുറച്ച് സമയം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിലാക്കിയാൽ മതി. എൻ്റെ അമ്മയൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് കഴുകിയതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിന് ശേഷം ഒന്ന് വറുത്തെടുത്താൽ മതി. വെള്ളം നന്നായിട്ട് അതിനൊന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ. ഇതെന്തായാലും കഴുകണം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ എന്തെങ്കിലും അഴുക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഇതിപ്പോൾ ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഞാനിനി ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഹൈ ഫ്ലെയിമിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. എള്ള് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിയും കേട്ടോ. സാധാരണ ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോൾ കറുത്ത എള്ളാണ് ഉപയോഗിക്കാറ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളുത്ത കളറിലുള്ള എള്ള് ഉപയോഗിക്കാം. എള്ള് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് പൊട്ടി തുടങ്ങും. ഇപ്പം നിങ്ങൾക്ക് ശബ്ദം കേൾക്കാൻ പറ്റണില്ലേ? എള്ള് ചെറുതായിട്ടൊന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുകൊക്കെ പൊട്ടണ ആ ഒരു രീതിയിൽ. നമുക്കിനി ഇത് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം എല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. എള്ള് കരിഞ്ഞു പോരുത് കേട്ടോ. പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എള്ളുണ്ടയുടെ കംപ്ലീറ്റ് ടേസ്റ്റ് പോവും. ഇപ്പം ഈ എള്ള് എല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം കുറച്ച് സമയം കൂടിയും ഇളക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും. അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയാലും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. എള്ള് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കരയൊന്ന് ചീകിയെടുക്കാം. ഞാൻ ഇതുപോലെ ഒരു കഷ്ണം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ശർക്കരയുടെ അളവെന്ന് പറയുന്നത് നമ്മുടെ മധുരത്തിനനുസരിച്ച് വ്യത്യാസം വരും. ചില ശർക്കരയ്ക്ക് നല്ല മധുരം ഉണ്ടാവുമല്ലോ. ഞാനിത് കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് ചീകിയെടുക്കണം ചെയ്യണത്. ഇപ്പോൾ കല്ലോ മണ്ണോ ഒക്കെയുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഉരുക്കിയെടുത്തതിന് ശേഷം അരിച്ചെടുക്കണം കേട്ടോ. അതായത് ഉരുക്കിയെടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഭയങ്കര തിന്നായിട്ട് ഒരുപാട് വെള്ളത്തിലല്ല ഉരുക്കിയെടുക്കേണ്ടത്. ഞാനിതിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്യണത്. എല്ലാം ഇതുപോലെ തന്നെ ചീകിയെടുക്കാം. ഞാനിതിപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ചീകിയെടുത്തിട്ടുണ്ട്. ഇതിന് മാറ്റി വയ്ക്കുക. ഇപ്പം ഈ എള്ള് നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ചൂട് നന്നായിട്ട് ആറണം കേട്ടോ. അതിനുശേഷം മാത്രം മിക്സിയിലടിക്കുക. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം.
പൊടിക്കുമ്പോൾ പലരും പല രീതിയിലാണ് പൊടിക്കാറ്. ചിലർ ചെറിയ തരികളോട് കൂടിയിട്ടായിരിക്കും, ചിലർ നല്ല ഫൈനായിട്ടുള്ള പൗഡറായിട്ട് എടുക്കാറുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ. ഇപ്പം ഞാനത് നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. എള്ള് പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഓയിൽ പുറത്തോട്ട് വരും. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നത്. അതായത് ചെറിയൊരു തരികളോട് കൂടി, ഒരുപാട് ഫൈനായിട്ടുള്ള പൗഡറല്ല, എന്നാലും തീരെ പൊടിയാത്ത രീതിയിലും അല്ല കിടക്കണത്. ഇത് ഞാനിനി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ കട്ടകളൊക്കെ പോലെ കിടക്കണമെന്നൊന്ന് മാറ്റിയെടുക്കാം. ഇനി ഞാൻ ഈ ശർക്കര ചീകി വെച്ചതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കുകയാണ്. നാളികേരം ചെരുകിയത്. ഇത് എള്ളുണ്ടി ആയ കാരണം അത്യാവശ്യം മധുരം ഉണ്ടാവണം, കാരണം എള്ളിന് ചെറിയൊരു കയ്പ്പ് ടേസ്റ്റ് ആണല്ലോ. നാളികേരം ഞാൻ 1.5 കപ്പാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് രണ്ടും കൂടി കൈവച്ച് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ മിക്സി ഉപയോഗിച്ചിട്ടൊന്നല്ല മിക്സ് ചെയ്തെടുക്കണത്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ കഷ്ണങ്ങളൊക്കെ പോലെ ശർക്കരയൊക്കെ എടുക്കുന്നുണ്ടാവില്ലേ, അതൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാം, അപ്പോഴായിരിക്കും നന്നായിട്ട് മിക്സ് ആവുക. ഇപ്പം ഇത് ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി എള്ള് പൊടിച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ, വലിയ ബോൾസ് ആണെന്നുണ്ടെങ്കിൽ വലിയ ബോൾസ് ആക്കി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു സൈസിലാണ് ആക്കണത്. ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. കണ്ടില്ലേ, ഓയിലൊക്കെ നന്നായിട്ട് കയ്യിൽ വരുന്നുണ്ട്. ഇപ്പം ഞാൻ ഒരെണ്ണം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. കയ്യിലൊന്നും തീരെ ഒട്ടിപ്പിടിക്കില്ല. ഞാനിതെല്ലാം ചെയ്തിട്ട് കാണിക്കാം. ഇപ്പം ഞാൻ എല്ലാ എള്ളുണ്ടിയും ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഈ ഒരു അളവ് ഉപയോഗിച്ചിട്ട് എനിക്കൊരു 12 വലിയ എള്ളുണ്ടിയാണ് കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ പ്ലേറ്റിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള എള്ളുണ്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിംഷാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു ബെല്ലൈക്കൺ കാണാം, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നിങ്ങളുടെ ഫോണിലെത്തുള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം.